അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ലുൽമ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പട്ടാണി കടലയുടെ കറി റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പത്തിരിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. തുടക്കക്കാർക്ക് ഒരു ആശ്വാസമാകും കേട്ടോ. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓവർനൈറ്റ് കഴുകി കുതിർത്ത് വെച്ച പട്ടാണി കടല ഇട്ട് കൊടുക്കാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ. ഇതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പ്, വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് എടുക്കുക. അതൊന്ന് ചതച്ചിടണേ. ഇതെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളിടാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ. നന്നായിട്ട് എല്ലോടും എത്തുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പട്ടാണി കടല ഒന്ന് മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം മതിയാകും. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാം. അതിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. ഒരു 5 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പട്ടാണി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യമോ അത്രത്തോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ട് വരണം കേട്ടോ, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കറിവേപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് ഇനി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കടലക്കറി റെഡി ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഈ തുടക്കക്കാർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പത്തിരിയുടെ റെസിപ്പിയും ഇടുന്നുണ്ട് കേട്ടോ. ഒരു തുടക്കക്കാർക്കൊക്കെ ഒരു ഉപകാരമാകും. ഞാനിവരെ 2 ഗ്ലാസ് പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറുള്ളത്. ഇനി പാത്രം അടുപ്പത്ത് വെക്കാം. ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ അരിപ്പൊടി 2 ഗ്ലാസ് അരിപ്പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം സ്ലോ ആക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലോടും ആയിട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു തട്ടിലേക്ക് മാറ്റാം. ചെറു ചൂടോടെ വേണം കേട്ടോ ഇതൊന്ന് കൊഴിച്ച് കൊടുക്കാൻ, എന്നാലേ ഇത് നന്നായിട്ട് കൊഴിഞ്ഞ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ എള്ളിട്ട് കൊടുത്താൽ പത്തിരിക്ക് കാണാൻ. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാവേ. ഞാനിവിടെ വലിയ വലിയ ബോൾസാണ് ആക്കുന്നത്. ഇതിന് കട്ടിയുള്ള പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി പത്തിരി ഓരോന്നെടുത്ത് പ്രസ്സിൽ മെല്ലെ ഒന്ന് അമർത്തി എടുക്കുക കേട്ടോ. ഇത് നല്ല നൈസായിട്ട് പരത്തരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കട്ടിയിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. പൊടി വാട്ടുമ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ പത്തിരി നന്നാവില്ല.
ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പത്തിരി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗവും കളറ് മാറി വരുന്നവരെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. എൻ്റെ മക്കളെ ഈ എള്ള് കൂട്ടാറില്ല കേട്ടോ. എള്ള് പൊടിച്ചു കൊടുത്താലൊന്നും അവർക്ക് പറ്റില്ല. ഇതിങ്ങനെ പത്തിരിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എള്ള് മക്കളെ വയറിലേക്ക് അങ്ങ് എത്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം പത്തിരിയും റെഡിയായി. ഇതിലേക്ക് പട്ടാണി കടല കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ്സ് ഇടുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടി അമർത്തണേ. ബായ്.